ഈ സംഭവം പറയുമ്പോഴാണ് മൂസാ നബിൻ്റെ മനസ്സും കൂടി ഇതിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടി വായിക്കണം. തൂരി സീനാ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് ആളുകളും മൂസാ നബിയും കൂടി ഒപ്പം ഇങ്ങനെ പോരുമ്പോൾ തൂരി സീനാ പർവ്വതത്തിൻ്റെ പടവിൻ്റെ അടുത്ത് ചെരുപ്പൊക്കെ ഊരി ഓടുകയാണ് മൂസാ നബി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം നിശ്ചിതമായ സ്ഥലത്തെത്തിയപ്പോൾ മൂസാ നബിയോട് അള്ള ചോദിക്കുന്നുണ്ട്, അല്ല മൂസ, എൻ്റെ കൂടെയുള്ള ആളുകളെവിടെ? അപ്പം മൂസാ നബി പറയാണ്, അവരെ കിട്ടേച്ച് ഞാൻ വേഗം നിൻ്റെ അടുത്തേക്ക് വന്നതാണ്. എന്തിനാണ്? നിൻ്റെ തൃപ്പതി എനിക്ക് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞ് കേണ ഒരു സന്ദർഭം. എന്നാൽ അള്ളാഹു തന്നെ വഹിയിലൂടെ സഹാബികൾക്കും മുഹമ്മദ് നബിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ലഖദ് റളിയല്ലാഹു അനിൽ മോമിനീൻ, നിന്റെ കൂടെയുള്ള വിശ്വാസികളായ മോമിനുകളിലെ ആ മോമിനുകളായ ആളുകളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇത് യുബായോനക തഹത്ത ഷജറ, ആ ഉദൈബിയയിലുള്ള മരത്തിൻ്റെ ചോട്ടിൽ വെച്ചുകൊണ്ട് നിന്നോട് അവർ ബയ്യത്ത് ചെയ്തില്ലേ? മൂസയും അവൻ്റെ അനുയായികളും പോയി യുദ്ധം ചെയ്യട്ടെ പടച്ചോനും, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ കൗമിൻ്റെ പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോട് അവർ ബയ്യത്ത് ചെയ്തില്ലേ? ഫഅലിമ മാഫി ഖുലൂബിഹിം, ആ ഈമാനുള്ള വിശ്വാസമുള്ളതായ മനുഷ്യന്മാരുടെ ഹൃദയത്തിന് അള്ള മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഫഅൻസല സകീനത അലൈഹിം, അങ്ങനെ അള്ളാഹു അവർക്ക് ശാന്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. വഅസാബഹും ഫത്ഹൻ ഖരീബ, ഏതൊരു ലക്ഷ്യമാണോ നിനക്കുള്ളത് അതിൻ്റെ കൃത്യമായ രീതിയിൽ അടുത്ത് തന്നെ അതിൻ്റെ വിജയം നിനക്കുണ്ടാകും എന്ന് മുഹമ്മദ് നബിക്ക് വഹി വരികയും ഉദൈബിയ സന്ധി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മക്ക തന്നെ അവർക്ക് റിപ്പബ്ലിക്കാവുകയാണ്. അത് ഖുർആൻ അതിൻ്റെ അമാനുഷികമായി സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹിജ്റയുടെ സന്ദർഭമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ കണ്ണ് കാണാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ ഒരു വടിയും കുത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്മാവും ആയിഷയും അവിടെ ഉണ്ട്. അവർ ചോദിച്ചു, അബൂബക്കർ വല്ലതും തന്നിട്ടുണ്ടോ? എന്താ അബൂബക്കറിൻ്റെ സ്ഥിതി? എവിടെയാണ് അവൻ പോയത് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് മണലിട്ടിട്ട് കുലുക്കിയിട്ട് കാണിച്ചു കൊടുത്തു, ഇത് പൈസയൊക്കെ തന്നിട്ടാണ് പോയത് എന്ന്. ആ പടിയിറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വ അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താന, എനിക്കൊരു സുൽത്താനെ നീ തരണം. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, ഞാൻ പ്രവേശിക്കുന്നിടത്ത് സത്യത്തോടു കൂടെ എനിക്ക് പ്രവേശിക്കാൻ കഴിയണം. വ അഖ്റജ്നി മുഖ്റജ സിദ്ഖിൻ, എനിക്ക് സത്യത്തോടു കൂടെ തന്നെ പുറത്തു പോവാനും കഴിയണം. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ, എനിക്ക് നല്ലൊരു സഹായിയെ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിജ്റക്ക് പോകുന്നത്. അങ്ങനെ അവർ സൗർ മലൻ്റെ അടുത്തെത്തുന്നു. വെള്ളം തീർന്നു, വളരെ പ്രയാസപ്പെട്ടു. അവിടെ വെച്ചുകൊണ്ട് മുഹമ്മദ് നബി പൊട്ടിക്കരഞ്ഞു. താരീഖുൽ ഖുലഫാഉൽ ഇമാം സുയൂത്തി ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ മക്കയെ നോക്കിക്കൊണ്ട് പറയാണ്, മക്കേ, നിന്നെ വിട്ടുകൊണ്ട് പോകാൻ എനിക്കൊരിക്കലും ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം കൊണ്ട് ഞാൻ പോവുകയാണ് എന്ന്. അപ്പോഴത് അവിടെ ഉടൻ ജിബ്രീൽ വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദൂക ഇലാ മആദ് ഖുൽ റബ്ബി യഅലമു മൻ ജാഅ ബിൽ ഹുദാ വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ഈ ആയത്ത് ഇറങ്ങുന്നത് അപ്പോഴാണ്. എന്താ? ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, ഈ അമാനുഷികമായ പരിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശം എന്താണ്? അത് നിന്റെ മേലെ നിർബന്ധമാക്കിയിരിക്കുന്നു. അത് എന്താണോ കൽപ്പിക്കുന്നത് അതുകൊണ്ട് നീ മദീനയിലേക്ക് തന്നെ യാത്ര ചെയ്യണം. ലറാദ്ദൂക ഇലാ മആദ്, മക്കയിലേക്ക് എപ്പോഴാണോ നിനക്ക് സുരക്ഷിതമായി തിരിച്ചു വരേണ്ടത് ആ ഒരു സന്ദർഭത്തിൽ നിന്ന് നാം ഇവിടേക്ക് മടക്കി കൊണ്ടുവരും. ഖുൽ, നബിയെ താങ്കൾ പറയുക, റബ്ബി അഅലമു, എൻ്റെ രക്ഷിതാവാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. മൻ ജാഅ ബിൽ ഹുദാ, ആരൊക്കെയാണ് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരിക? കാരണം മദീനയിലെ മനുഷ്യന്മാർ ഹിദായത്തിൻ്റെ പാതയിലേക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അതറിയുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് പൂർണ്ണ സുരക്ഷിതമുള്ള മണ്ണിലേക്ക് നീ പോവുക. വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ആരാണ് വഴിപിഴച്ചു പോയത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ഒരു രൂപം
അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞ് ആയത്തിറങ്ങുകയും അവിടെ വെച്ചുകൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വെള്ളം ഇവിടുന്ന് കിട്ടും? അപ്പോൾ ഇമാം ഈ താരീഖുൽ ഖുലഫായിൽ സുയൂത്തി ഒരു സംഭവം പറയുന്നുണ്ട്. 2 തെളിക പാത്രത്തിലായും കൊണ്ട് വെള്ളവസ്ത്രക്കാരനായ ഒരാളിങ്ങനെ നിൽക്കുകയും അദ്ദേഹം തന്ന വെള്ളം വാങ്ങുകയും ഉമ്മു മഅബദ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നവരെ സഞ്ചരിച്ചു എന്നാണ് ഹിജ്റ. വേറെ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ കൊണ്ടുണ്ടായ അനുഗ്രഹവും ആ പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന നേട്ടവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്നേ വരെയുള്ള മനുഷ്യരിലുണ്ടായ ആ സംഭവങ്ങളൊക്കെ പഠിക്കുകയും അതിൻ്റെ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഹിജ്റയിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു, വല സൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, മുഹമ്മദ് നബിയെ അങ്ങ് ഒരിക്കലും ഫലഅല്ലക ബാഖിയുൻ നഫ്സക അലാ ആസാരിഹിം മില്ലൻ യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫാ, എൻ്റെ പിന്നിൽ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് നബിയെ ഒരിക്കലും ദുഃഖിച്ച് വിഷാദനാവരുത്. ഫലാ തദ്ബു നഫ്സുക അലൈഹിം അസറാത്ത്, നിന്റെ പ്രാണത്തെ പോലും തകർക്കുന്ന ഒരവസ്ഥ നിനക്കുണ്ടാവരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പറയാണ്. എന്നിട്ട് നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ അതൊക്കെ സമ്പൂർണമായ രീതിയിൽ നാം നിനക്ക് നൽകുമെന്നാണ്. അത് മുഹമ്മദ് നബിക്ക് നൽകിയില്ലേ? അതാണ് പരിശുദ്ധ ഖുർആൻ പിന്നെടുത്ത് പറയുന്നത്. മക്കം ഫത്ഹ്, ആ രാജ്യം, ആ പ്രദേശങ്ങൾ എല്ലാം നബിക്ക് ഒതുങ്ങിക്കൊടുത്തു. ആ നബി എന്ത് തൃപ്തിപ്പെടുന്നുവോ അതൊക്കെ കിട്ടി. അവസാനം തിരുമേനി ഭൂമിയോട് യാത്ര പറയുന്നതിൻ്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് ഒരു ഹജ്ജിന് പോകുന്നു, ഹജ്ജത്തുൽ വിദാ. ആ വിദായിലെ ഹജ്ജ് കഴിഞ്ഞ് അറഫയിലെത്തുമ്പോഴതാ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു, നീ ഇഷ്ടപ്പെടുന്ന കാര്യമുണ്ടല്ലോ, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, അതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ആ അനുഗ്രഹീതമായ ഇസ്ലാമിനെ നിനക്ക് നാം പൂർത്തിയാക്കി തന്നു. അശാബിയം മസാനിയ തഖ്ശൈറു മിന്നു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ഖുലൂബുഹും വജുലൂദുഹും ഇലാ ദിക്രില്ലാ ദാലിക ഹുദല്ലാഹ് യഹ്ദി മൻ യശാ വമൻ യുളിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ഇത് സൂറത്തു സുമറിലാ. ആ ഇസ്ലാം, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ആ ഇസ്ലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രകാശമായി കൊണ്ട് നൽകുകയാണ്. മദീനയിലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർമ നിന്ന് പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു കവാടത്തിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. അങ്ങനെ കടന്നു വന്നുകൊണ്ട് മുഹമ്മദ് നബി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം സഹാബികൾ ചൂണ്ടിക്കാണിച്ചു, അതാണ് ആ മിമ്പർമ നിൽക്കുന്നവനാണ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പോഴതാ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മനുഷ്യൻ ചോദിക്കുന്നു, എന്താണ് ഇസ്ലാം, ദീൻ എന്താണ്, അതെനിക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ കടന്നുവരവ്. അപ്പോഴതാ നബി തിരുമേനി ഒരു മദീന പള്ളിയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഈ മനുഷ്യന് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. മുസ്ലിമിൻ്റെ ഹദീസാണിത്. ദീന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ ദീൻ അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബും ലിദിക്രില്ലാ ഉലൈക ഫി ളലാലിൻ മുബീൻ. ആ വഴിപിഴച്ചു പോയിരുന്ന ആ മാർഗത്തിൽ നിന്ന് ആ മനുഷ്യന്മാരെ പരിശുദ്ധ ഖുർആനായ അമാനുഷികമായ ഗ്രന്ഥത്തിലൂടെ ആളുകളെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഇങ്ങനെ കടന്നു പോരുകയാണ്. ഒരു രാത്രി സന്ദർഭം, പുലർച്ചെയായപ്പോൾ സൂര്യത്തിൻ്റെ താപം സഹിക്കവയ്യാതെ ചൂട്, ഒരു തുള്ളി കുടിനീര് കിട്ടാൻ വകയില്ല. ഇമാം മുസ്ലിമിൻ്റെ സംഭവമാണിതും. അപ്പോഴതാ അങ്ങകലെ ഒരു തോൽസഞ്ചിയുമായി കൊണ്ട് ഒരു സ്ത്രീ വെള്ളപ്പാത്രത്തിൻ്റെ ഒരു തോൽസഞ്ചിയുമായി കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴതാ ആ ഭാഗത്തേക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു, വെള്ളം ചോദിച്ചുകൊണ്ട്. അങ്ങനെ നബിൻ്റെ അടുത്തേക്ക് സ്ത്രീ എത്തിയപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അപ്പം നബി തിരുമേനി പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യ്, ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു തരാം. ആ തോൽസഞ്ചിയിലുള്ള വെള്ളം എൻ്റെ കയ്യിന്മേലൂടെ അങ്ങനെ ഒഴുക്കിക്കൊണ്ട്. മുസ്ലിമിൻ്റെ ഹദീസാണിത്, സഹിയായ റിപ്പോർട്ടാണ്. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ പിടിച്ചു കൊടുത്തു. ഈ തോൽസഞ്ചിയിലുണ്ടായിരുന്ന വെള്ളം ഇങ്ങനെ ഒഴുക്കി.
അവിടുന്ന് അവർ സഹാബികൾ പറയാണ്, ഞങ്ങൾ കുടിച്ചു, ഞങ്ങൾ